അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ഭയമുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം, ഒന്നാമത്തെ വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ് എന്ന് പഠിക്കലാണ്, അല്ലാഹുവിനെ അറിയലാണ്. പ്രത്യേകിച്ചും അവന്റെ ഗാംഭീര്യവും അവന്റെ മഹത്വവും അവൻ കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന കാര്യവും. അല്ലാഹു അസീസാൻ, അല്ലാഹു ദുൻതിഖാം, അവനെ ധിക്കരിച്ചവരോട് പ്രതികാരമെടുക്കുന്നവനാണ്. ഷദീദു അൽ ഇഖാബ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. സരീഉൽ ഹിസാബ്, വേഗതയിൽ വിചാരണ നടത്തുന്നവനാണ്. ഖബീറാൻ, സൂക്ഷ്മമായി അറിയുന്നവനാണ്. പണ്ഡിതന്മാർ പറഞ്ഞതായിരിക്കണം, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഭയപ്പെടുത്തിക്കൊണ്ട് അവതരിപ്പിച്ച ആയത്തുകളിൽ ഏറ്റവും കടുത്ത ആയത്ത്, ഏറ്റവും ശക്തമായ ആയത്ത് അല്ലാഹു എല്ലാം അറിയുന്നുണ്ട് എന്ന ആയത്താണ്. അല്ലാഹു എല്ലാം അറിയുന്നുണ്ട്. വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ, അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, വാക്കിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം അള്ളാഹ് അറിയുന്നുണ്ടെന്നല്ല, സൂക്ഷ്മമായി നിന്റെ ഓരോ വിരൽ ചലനങ്ങളും അള്ളാഹു അറിയുന്നുണ്ട്. ഹൃദയത്തിൽ നീ എന്താണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു അറിയുന്നുണ്ട്. നീ ഒളിപ്പിച്ചു വെക്കുന്നത് എന്താണ് അള്ളാഹു അറിയുന്നുണ്ട്. നീ എന്തെല്ലാം തന്ത്രം മെനഞ്ഞാലും അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കുന്നവനാണ്. വല്ലാഹു ബസീറുൻ ബിമാ തഅമലൂൻ, അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ആ ആയത്തിന്റെ ഗൗരവം? ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഒരു ഹോട്ടലിലേക്ക് കയറുന്ന സന്ദർഭത്തിൽ റൂമിൽ കയറിയിരുന്നാൽ നമ്മൾ ചിലപ്പോൾ കുടുംബത്തിന്റെ ഒക്കെ ഒപ്പാണെങ്കിൽ ഒന്ന് ലാവിഷായിരിക്കും. മേലക്ക് നോക്കിയ CCTV ക്യാമറ കണ്ടാലോ ഒന്ന് ശരിക്കായി ഒരാൾ കാണുന്നുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എപ്പോഴും അവൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് നീ അതിനെക്കുറിച്ച് വിചാരിക്കുന്നത്? പണ്ഡിതന്മാർ ഒരു നാടിന്റെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ആ നാട്ടിൽ ഒരു രാജാവ് ഭരണമേറ്റെടുത്തു. അയാൾ ചെറിയ തിന്മകൾക്ക് വരെ, ചെറിയ ധിക്കാരങ്ങൾക്ക് ഒരു കഠിനമായ ശിക്ഷ നൽകുന്നയാളാണ്. നാട്ടിന്റെ ഓരോ മുക്കും മൂലകളിലും ഭടന്മാരെ നിശ്ചയിച്ചിട്ടുണ്ട്. അയാളെ ധിക്കരിക്കുന്നവർ ഉടനെ ഈ പട്ടാളക്കാർ അവരെ പിടിച്ചുകൊണ്ടുപോകും. അതോടൊപ്പം ജനങ്ങൾക്കിടയിൽ അയാൾക്ക് ചാരന്മാരുണ്ട്. ഇങ്ങനെ ഒരു നാട്ടിൽ താമസിക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? എങ്ങനെയായിരിക്കും സംസാരിക്കുക? എങ്ങനെയായിരിക്കും പ്രവർത്തനം ചെയ്യുക? എങ്ങനെയായിരിക്കും ആ രാജാവിനെ കുറിച്ച് അയാൾ സംസാരിക്കുക? പേടിച്ചുകൊണ്ടായിരിക്കും. എന്താണ് രാജാവിന് കൂടിയാൽ ചെയ്യാൻ സാധിക്കുക? നിന്നെ വധിച്ചു കളയാൻ സാധിക്കും, മരിച്ചു കഴിഞ്ഞാൽ ജീവിതമുണ്ട്. എന്നാൽ വരെ മനുഷ്യന്റെ പേടി എന്താണ്? അപ്പോൾ മാലിക്കുൽ മുലൂക്കായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാര്യം എന്താണ്? അവൻ എപ്പോഴും നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു, നിന്റെ ഹൃദയത്തിലുള്ളത് അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം അവന്റെ ഉന്നതരായ മലക്കുകൾ നിന്റെ വശങ്ങളിൽ ഇരുന്ന് നിന്റെ പ്രവർത്തനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. അവർ നിന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ പ്രവർത്തനങ്ങൾ ഓരോ ആഴ്ചകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിലേക്ക് ഉയർത്തപ്പെടുന്നു. ഈ അവസ്ഥയിൽ ജീവിക്കുന്ന നിന്റെ സ്ഥിതി എന്തായിരിക്കണം? എങ്ങനെയായിരിക്കണം? അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഒരാൾ അറിഞ്ഞാൽ അവൻ അല്ലാഹുവിനെ ഭയക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, മൻ അറഫ അല്ലാഹ ഖാഫ, ആരെങ്കിലും അല്ലാഹുവിനെ അറിഞ്ഞാൽ അവൻ അല്ലാഹുവിനെ ഭയക്കും. വമൻ ലം യഅരിഫ്ഹു ലം യഖഫ്ഹു, ഒരാൾ അല്ലാഹുവിനെ അറിഞ്ഞിട്ടില്ല എങ്കിൽ, അല്ലാഹു ആരാണ് എന്ന് അവന് മനസ്സിലായിട്ടില്ല എങ്കിൽ അവൻ അല്ലാഹുവിനെ പേടിക്കുന്നതല്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മറർതു ലൈലത ഉസ്രിയ ബി ബിൽ മലഇൽ അഅല, ഇസ്രാഇന്റെ രാത്രിയിൽ ഞാൻ ഉന്നതരായ മലക്കുകളുടെ സദസ്സിനരികിലൂടെ നടന്നുപോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഖറബീങ്ങളായ മലക്കുകൾ, അവന്റെ അരികിൽ സാമീപ്യമുള്ള മലക്കുകൾ, അവരുടെ അരികിലൂടെ നടന്നുപോയിട്ടുണ്ട്. വജിബ്രീലു കൽഹിൽസിൽ ബാലി മിൻ ഖശ്യത്തില്ലാഹി തബാറക വ തആല, ജിബ്രീലിനെ ഞാൻ കണ്ടു. അദ്ദേഹം നമ്മുടെ വീടുകളിൽ കാലുകളുടെ കച്ചറയോ മറ്റോ ഉണ്ടായാൽ അത് ചവിട്ടി വൃത്തിയാക്കാൻ വിരിപ്പുകൾ, ചാക്കിന്റെ വിരിപ്പ് വെക്കാറുണ്ട്. ആ വിരിപ്പ് നനഞ്ഞു ഒട്ടിയാൽ അതെങ്ങനെ ഉണ്ടാകും? കാൽ ചവിട്ടുന്ന ചവിട്ടി, ചാക്ക് കൊണ്ടുള്ള ചവിട്ടി, അത് വെള്ളം നനഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? അതിങ്ങനെ പറ്റിക്കിടക്കും. അതുപോലെയായിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. എന്തായിരുന്നു കാരണം? മിൻ ഖശ്യത്തില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം കാരണത്താൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ലൈസ ഷൈഉൻ അഹബ്ബ ഇലല്ലാഹി മിൻ ഖത്റതൈൻ, രണ്ട് തുള്ളികൾ, ആ രണ്ട് തുള്ളികളെക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പ്രിയങ്കരമായ മറ്റൊരു കാര്യവുമില്ല. ഖത്റത്തുൻ മിൻ ദുമൂഇൻ ഫീ ഖശ്യത്തില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയന്നുകൊണ്ട് കണ്ണിൽ നിന്ന് ഇറ്റി വീഴുന്ന കണ്ണുനീർ തുള്ളിയാണ് ഒന്നാമത്തേത്. അതിനോട് ചേർത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത് എന്നറിയുമോ? വഖത്റതു ദമിൻ തുഹറാഖു ഫീ സബീലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ഒരാളുടെ ശരീരത്തിൽ നിന്ന് ഉറ്റി വീഴുന്ന രക്തത്തുള്ളിയാണ് രണ്ടാമത്തേത്. നോക്കൂ നിങ്ങൾ, രണ്ട് തുള്ളികൾ
അതിൽ ഒന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കണ്ണിൽ നിന്ന് ഉറ്റി വീഴുന്ന കണ്ണുനീർത്തുള്ളിയാണ്. സഹോദരങ്ങളെ, നമ്മൾ നമ്മോട് ചോദിക്കുക, എത്ര കാലമായി അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്തുകൊണ്ട് കരഞ്ഞിട്ട്, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞിട്ട്, ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ കരഞ്ഞതല്ല, അനുഗ്രഹങ്ങൾ ഉണ്ടായപ്പോൾ കരഞ്ഞതല്ല, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട്. ജന്നത്തിനെ കുറിച്ച്, സ്വർഗത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞപ്പോൾ എന്താണ് അവൻ പറഞ്ഞത്? ذَلِكَ لِمَنْ خَافَ مَقَامِي وَخَافَ وَعِيدِ. എന്റെ മുന്നിൽ നിൽക്കേണ്ടി വരുന്ന ഒരു ദിവസമുണ്ട് എന്നത് ഭയന്ന ആളുകൾ അവർക്കുള്ളതാണ് ആ സ്വർഗം. ഞാൻ ഭയപ്പെടുത്തിയ, എന്റെ ആയത്തുകളിൽ ഞാൻ താക്കീത് ചെയ്ത നരകം, അതിനെ പേടിച്ചവർക്കുള്ളതാണത്. അള്ളാഹുവിനെ പേടിക്കുക എന്നത്, അവനെ ഭയക്കുക എന്നത് ഹൃദയത്തിൽ സൃഷ്ടിക്കുന്ന മാറ്റമാണത്. അത് ഇബാദത്തുകളിൽ എത്രമാത്രം മഹത്തരമായ കാര്യമാണ് എന്ന് ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്.